യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ 5:14 മുതൽ 16 വരെ. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. ഈ മകൻ സൗഖ്യപ്പെട്ടത് ഒരു വ്യർത്ഥമായ ഒരു സൗഖ്യമല്ല, അതൊരു ആത്മീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ക്ഷണത്തിലാണ്. അതുകൊണ്ടാണ് ഈ മകൻ ദേവാലയത്തിലേക്ക് പോകുന്നത്. ദേവാലയത്തിലേക്ക് പോകാനുള്ള കാരണം എന്നാണ്. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. യോഹന്നാൻ 6:65. യോഹന്നാൻ 6:65. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എന്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാൻ 3:27. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ജ്ഞാനം 8:21. ജ്ഞാനം 8:21. ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ ദാനമാണ് അവൾ എന്ന് അറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഈശോ ആകർഷിക്കുന്നത്? പിതാവായ ദൈവം ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം യാക്കോബ് 4:5. യാക്കോബ് 4:5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഈ ആത്മാവിന് വേണ്ടിയുള്ള ആഗ്രഹത്താലാണ് ഈശോയാണ് എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. ഈ മകൻ ആകർഷിക്കപ്പെട്ടു വരുന്നെങ്കിലും ഈശോയെ കാണാൻ സാധിക്കുന്നത് ആ മകന്റെ ശക്തി കൊണ്ടല്ല, ഈശോ എടുത്ത ആദ്യ സ്റ്റെപ്പ് കൊണ്ടാണ്. 1 യോഹന്നാൻ 4:10. 1 യോഹന്നാൻ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഏശയ്യാ 53:10. ഏശയ്യാ 53:10. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. റോമ 5:8. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. 1 യോഹന്നാൻ 4:9. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോ സ്നേഹിക്കുന്നതിന്റെ ആഴം നമ്മളെ തേടുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് സങ്കീർത്തനം 119, 175. സങ്കീർത്തനം 119, 175. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. കൂട്ടമിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു. അങ്ങയുടെ ദാസനെ തേടി വരയണമേ.
ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ, അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. ഇത് കഴിഞ്ഞ് പറയുന്നതാണ്, കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു. ഈ മകൻ കൂട്ടം വിട്ടു, അവൻ വലിയൊരു കൂട്ടത്തിലായിരുന്നു. ആ കൂട്ടം വിട്ട് വന്നേക്കാണ്, അങ്ങയുടെ ദാസനെ തേടി വരണമേ. ഈ കൂട്ടം വിട്ട് അലയുന്ന ആടുകള് പോലെ തന്നെയാണ് നമ്മളും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. ലൂക്ക 15:1-6 വരെ. കാണാതായ ആടിന്റെ ഉപമ. ഹെഡിങ്: ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിൽ ആദ്യത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. എന്നാൽ ആത്മീയരെന്ന് വിചാരിച്ച ഫരീസിയരും നിയമജ്ഞരും ചെയ്തത് എന്താണ്? പിറുപിറുത്തു. നമ്മളിൽ ഈ ആത്മാവിലുള്ള എളിമയും അനുതാപവും ഏഷ്യ 66:2 ആ ഒരു മനോഭാവം എല്ലാ തലങ്ങളിലും കിടക്കണം. ഇവിടെ ഈ മകൻ ആദ്യം കണ്ടുമുട്ടുന്നത് ആ ബത്സേദ കുളത്തിന്റെ അരികിലാണ്. ഇപ്പോൾ കണ്ടുമുട്ടുന്നത് ദേവാലയത്തിലാണ്. ആദ്യത്തെ തലം അവന് ശാരീരിക സൗഖ്യം ഈശോ കൊടുക്കുന്നു. രണ്ടാമത് ആത്മാവിന്റെ തലത്തില് പൂർണ്ണമായ ഒരു സൗഖ്യത്തിലേക്ക് വരേണ്ടതുണ്ട്. ഈ സ്നേഹം അനുഭവിക്കുമ്പോഴാണ്, സൗഖ്യത്തിന് ചേർന്ന് ദൈവിക സ്നേഹം നിറയുമ്പോഴാണ് പാപത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 2-3 വചനം നമ്മൾ വായിക്കും. ജ്ഞാനം 15:2-3. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. ഈ ഒരു ആത്മീയ ബോധ്യമാണ് നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നത്. അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അത് കഴിഞ്ഞ് അതിന്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത് 3-ാം വചനത്തിൽ. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. ജ്ഞാനം 1:15. ജ്ഞാനം 1:15. നീതി അനശ്വരമാണ്. 2 കൊറിന്തോസ് 5:21. 2 കൊറിന്തോസ് 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഈ അറിവ് ആദ്യം അതൊരു തുടക്കമാണ് ജ്ഞാനം 15:3 പറയുന്നത്. പക്ഷേ അതിൻ്റെ പൂർണ്ണത നമ്മളത് പാലിക്കുമ്പോഴാണെന്നാണ് ജ്ഞാനം 6:18-19 വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്ഞാനം 6:18-19. അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം. അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ്. അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നു. നമ്മൾ യാക്കോബ് 4:5 പറഞ്ഞുവല്ലോ, അതുപോലെ തന്നെ ഈ മനുഷ്യരെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. മനുഷ്യരെ ദൈവത്തിലേക്ക് യഥാർത്ഥമായി അടുപ്പിക്കേണ്ടത് എന്താണ്? ഈ അമർത്യതയാണ്.
അമർത്യത മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. എന്നാൽ ഈ അമർത്യതയ്ക്ക് എതിരായിട്ടിരിക്കുന്നത് എന്താണ്? അത് പാപമാണ്. 1 യോഹന്നാൻ 3:4 മുതൽ 6 വരെയുള്ള വചനം. 1 യോഹന്നാൻ 3:4 മുതൽ 6 വരെ. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ പാപം വരുന്നത് പിശാചിൽ നിന്നാണ്. 1 യോഹന്നാൻ 3:8-9. 1 യോഹന്നാൻ 3:8-9. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഈ പാപം പല തലത്തിലുണ്ട്. വ്യക്തിപരമായ പാപമുണ്ട്, തലമുറകളുടെ പാപമുണ്ട്, ദേശത്തിൻ്റെ പാപമുണ്ട്. ഈ പാപങ്ങളുടെ എല്ലാം സ്വാധീനങ്ങൾ കാലങ്ങളായിട്ടുമുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ പാപങ്ങളുടെ പൊറുതി അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശത്തിൻ്റെയും തലമുറയുടെയും പാപത്തിൻ്റെ മോചനത്തിനായിട്ടും അതിൻ്റെ സ്വാധീനം നമുക്കോ നമ്മുടെ ചുറ്റുപാടോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വചനത്താൽ അതിനെ ആ അരൂപികളെ എതിർക്കുകയും ചെയ്യണം. അതാണ് യാക്കോബ് 4:7 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാക്കോബ് 4:7. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ഈ കാലങ്ങളായി വസിക്കുന്ന, അതായത് ദേശത്തും ചില പാരമ്പര്യത്തിലും കാലങ്ങളായി വസിക്കുന്ന രൂപികളുണ്ട്. അത് വചനത്താൽ മാത്രം എതിർത്താലേ പോകുള്ളൂ. അതങ്ങനെ വളരെ പെട്ടെന്ന് പോകുമെന്നുള്ള ഒരു മാജിക്കൊന്നുമല്ല ഇത് ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം ആ വാഗ്ദാനത്തിൽ ക്ഷമാപൂർവം, കാരണം ഈ അരൂപികൾ വളരെ സ്ട്രോങ് ആണ്. ബാറൂക്ക് 4:35 അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാറൂക്ക് 4:35. നിത്യന്യായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് അഗ്നി ഇറങ്ങും, ദീർഘകാലത്തേക്ക് പിശാചുക്കൾ അവളിൽ വസിക്കും. അന്ത്യകാലം അടുക്കുമ്പോൾ ഈ തരം ആത്മാക്കൾ കൂടുതൽ റിലീസാക്കപ്പെടും. അപ്പോൾ കൂടുതൽ പാപം വർദ്ധിക്കും. അതുപോലെ അരൂപികളും വളരെ സ്ട്രോങ് ആയിട്ട് പണ്ടത്തേക്കാൾ കൂടുതൽ കാണും. അത് ക്ലേശപൂർണമായിരിക്കും അന്ത്യനാളുകൾ എന്ന് 2 തിമോത്തി 3:1. 2 തിമോത്തി 3:1. ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അതുകൊണ്ട് ഇനി ഒരു സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടുള്ള ഒരു കാലം സ്വപ്നം കണ്ട് ജീവിക്കുന്നവൻ മൂഢനാണ്. ഇനി ഉണ്ടാകുന്ന കാലമെല്ലാം ഇതുപോലെ ക്ലേശപൂർണമായിരിക്കും. അതിനെ നേരിടാൻ വചനം കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമുള്ളവനെ രക്ഷപ്പെടുകയുള്ളൂ. കാരണം ഇത്തരം അരൂപികൾ മനുഷ്യരിൽ മുഴുവൻ പ്രകടമാകാൻ തുടങ്ങും. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ 1 മുതൽ 21 വരെയുള്ള പലതരം ഭയങ്ങൾ പുറത്തേക്ക് വരും. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് നമുക്ക് വായിക്കാം, 2ഉം 3ഉം. ജ്ഞാനം 17:2-3. വിശുദ്ധ ജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ്. നിത്യപരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവർ അവയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യ പാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി. ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി.
ഇത്തരം ദുർഭൂതങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലെ ചില പെരുമാറ്റങ്ങൾ നമ്മളിൽ നിന്നും നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നും ദേശത്തിൽ നിന്നും പുറപ്പെടുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചഞ്ചല ചിത്തരാവരുത്, വചനത്തിലേക്ക് തിരിച്ചു വരിക. വചനത്തിന് എന്തെങ്കിലും രഹസ്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ 5:14 പറയുന്നതാണ്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ. ആ കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇത് വളരെ കൃത്യമായൊരു കമാൻഡാണ്. അല്ലാണ്ട് നീ പാപം ചെയ്യാതിരിക്കുമോ എന്നുള്ളൊരു സജഷനല്ല. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പ്രഭാഷകൻ 21:1-2 വചനം. പ്രഭാഷകൻ 21:1-2. പാപം വർജിക്കുക. ഹെഡിങ്: മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. 1 പത്രോസ് 5:8. 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ പിശാചിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുക? 2 തിമോത്തി 4:17. 2 തിമോത്തി 4:17. എന്നാൽ കർത്താവ് എന്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു ബോധ്യമാണ്. കർത്താവ് എൻ്റെ ഭാഗത്തുണ്ട്. ഞാൻ ഇനി മേലിൽ പാപം ചെയ്യില്ല. കാരണം എന്താണ്? അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. കർത്താവ് എൻ്റെ ഭാഗത്ത് ഉണ്ട്. റോമ 8:31-32. റോമ 8:31-32. ദൈവസ്നേഹപാരമ്യം. ഇതിനെ കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 2 ദിനവൃത്താന്തം 32:7-8. 2 ദിനവൃത്താന്തം 32:7-8. ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവേൻ. അസീറിയ രാജാവിനെയും അവന്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോട് കൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ജെറമിയ 20:11. ജെറമിയ 20:11. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും. അവർ എന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. സങ്കീർത്തനം 118:6-7. സങ്കീർത്തനം 118:6-7. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്റെ ശത്രുക്കളുടെ പതനം കാണും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.